ഈ വീഡിയോന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ കമ്മികളുടെ കരച്ചില് അത് വേറെ. മനോജ് മനു എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരിക്കാണ്, തന്ത ചത്ത് കിടക്കുമ്പോൾ ഇവന്റെ ഒക്കെ അഹങ്കാരം കഷ്ടമല്ലാതെ എന്ത് പറയാൻ. ഇവനോടൊന്നും ഇങ്ങനെയല്ല, നല്ല രീതിക്കല്ല നമ്മൾ ശരിക്കും മറുപടി കൊടുക്കേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ തന്ത ചത്ത് കിടക്കുമ്പോൾ ഇതേപോലെ മീഡിയാസ് വന്ന് അതിനുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിനക്ക് അവസ്ഥ മനസ്സിലാവുള്ളൂ. അതിന് കുറച്ച് കോമൺ സെൻസ് വേണം, സാമാന്യ മര്യാദ. അടുത്തവൻ സതീഷ് കുമാർ കെ എന്ന് പറഞ്ഞിട്ട് ഡി പി ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇവൻ കഞ്ചാവാണോ? അവനവനെ ഈ അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം അത്ര തിക്കും തിരക്കിന്റെ ഇടയിൽ പോലീസിന് പോലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നാളെ നിന്റെ ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ നീ അവിടെ പ്രതികരിക്കില്ലേ? സതീഷ് കുമാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് നിനക്ക് മനസ്സിലാവും നീ കഞ്ചാവാണോ അതോ ചാണകം കുടിച്ചിട്ടാണോ പെരുമാറുന്നുള്ളതൊക്കെ. സ്നേഹം കൊണ്ട് കാണാൻ വന്നതല്ലേ. ഒരു തോൽവി മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് കുറച്ച് പ്രൈവസി കൊടുക്കുക, നീ ഒന്നങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞതിനാണോ നീ ഇങ്ങനെ പറയുന്നത്? സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആ ചടങ്ങിൽ പോലും അവർക്കൊരു പ്രൈവസി കൊടുക്കാതെ ചില ഓൺലൈൻ മീഡിയസിന്റെ കടന്നുകയറ്റം എന്ന് പറയാം. അതിനെതിരെ സലീമേട്ടന്റെ മകൻ ചന്തു പ്രതികരിച്ചപ്പോൾ ചന്തുവിന് നേരെ പറയുന്ന തെറി വാക്കുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. ഒരു ഭാഗത്ത് കുറച്ച് കമന്റോളികളും ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയിൽ കടന്നു കയറുന്ന ആൾക്കാരും. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ മാത്രമല്ല തെറിവിളി, മുഖ്യമന്ത്രിക്കും കഷ്ടം തന്നെ. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അവിടെ അവർ പറഞ്ഞതിൽ എന്താണ് അവിടെ തെറ്റുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അതൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ ഈ അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ കർമ്മം ചെയ്യാൻ പോലും അവിടെ അനുവദിക്കുന്നില്ല. ശരിയാണ്, സാധാരണക്കാർക്ക് ഇത് ടി വിയിലൊക്കെ കണ്ടിട്ട് വേണം, പക്ഷെ അതിനൊരു പരിധിയില്ലേ, ലിമിറ്റ്. അതിന്റെ അപ്പുറം കടന്നിട്ട് ഇതേപോലെ കാണിക്കുന്ന ആൾക്കാരൊക്കെ എന്താ പറയേണ്ടത്? ഈ വീഡിയോന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ കമ്മികളുടെ കരച്ചില് അത് വേറെ. മനോജ് മനു എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരിക്കാണ്, തന്ത ചത്ത് കിടക്കുമ്പോൾ ഇവന്റെ ഒക്കെ അഹങ്കാരം കഷ്ടമല്ലാതെ എന്ത് പറയാൻ. ഇവനോടൊന്നും ഇങ്ങനെയല്ല, നല്ല രീതിക്കല്ല നമ്മൾ ശരിക്കും മറുപടി കൊടുക്കേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ തന്ത ചത്ത് കിടക്കുമ്പോൾ ഇതേപോലെ മീഡിയാസ് വന്ന് അതിനുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിനക്ക് അവസ്ഥ മനസ്സിലാവുള്ളൂ. അതിന് കുറച്ച് കോമൺ സെൻസ് വേണം, സാമാന്യ മര്യാദ. അടുത്തവൻ സതീഷ് കുമാർ കെ എന്ന് പറഞ്ഞിട്ട് ഡി പി ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇവൻ കഞ്ചാവാണോ? അവനവനെ ഈ അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം അത്ര തിക്കും തിരക്കിന്റെ ഇടയിൽ പോലീസിന് പോലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നാളെ നിന്റെ ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ നീ അവിടെ പ്രതികരിക്കില്ലേ? സതീഷ് കുമാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് നിനക്ക് മനസ്സിലാവും നീ കഞ്ചാവാണോ അതോ ചാണകം കുടിച്ചിട്ടാണോ പെരുമാറുന്നുള്ളതൊക്കെ. സ്നേഹം കൊണ്ട് കാണാൻ വന്നതല്ലേ മോശം മകന്റെ വാക്കുകൾ. സ്നേഹമാവാം, പക്ഷെ അതൊരു പരിധി വിട്ട് മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കയറി കിടന്നിട്ടാവരുത് സ്നേഹം. സംഭവം കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവിടെ കാണാൻ വന്ന ആൾക്കാരുടെ ഒക്കെ മെയിൻ ഉദ്ദേശം എന്താന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കാനേ മനസ്സിലാവുന്നുള്ളൂ. ആ ആളെ കാണാൻ വരുന്ന സെലിബ്രിറ്റീസിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം, പേപ്പറിലൊക്കെ ഒന്ന് നിറഞ്ഞു നിൽക്കണം, ഫോട്ടോ കാണിക്കണം. അത് ചന്തുവിനെ അവിടെ കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ പ്രതികരിച്ചതും. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അവനവനെ അവസ്ഥ വരണം. രാഘവൻ CP വിത്ത് ഗുണം. രാഷ്ട്രീയം തുപ്പുന്ന ചില മനുഷ്യർ, അങ്ങനെ വേണം ഈ കമന്റ് ബോക്സിനൊക്കെ നമുക്ക് കാണാൻ. അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസ് ആണെന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിച്ചതാണ്. അതിനുശേഷം നേരിടേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. മരിക്കണ സമയത്ത് പോലും, മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഒരു സമാധാനം കിട്ടുന്നില്ല. കാരണം ആരാ? കമ്മികൾ തന്നെ. സഖാവ് എന്നുള്ളതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാ. ആ അർത്ഥമൊന്നും മാറാതിരിക്കട്ടെ, മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ കാരണം കൊണ്ട്. അവനവന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ട് ഏത് പാർട്ടിയാണെങ്കിലും വെട്ടി തുറന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ പേരിൽ അവരെ ഇതേപോലെ ടോർച്ചർ ചെയ്യാനൊന്നും നമ്മളാരും നിൽക്കാറില്ല. അതൊക്കെ നിന്നെ പോലുള്ളവന്മാർക്ക് തന്നെ പറ്റുള്ളൂ. തന്തയുടെ അതേ രാഷ്ട്രീയം മകൻ കാണിക്കുന്നത് അച്ഛൻ മരിച്ചു കിടക്കുന്നിടത്ത് കഞ്ചാവ് അടിച്ച് മോൻ. അച്ഛൻ കാണിച്ചു കൊടുത്ത വഴി തന്നെ. ആരാ കമന്റ് ഇടുന്നത്, ഏത് പാർട്ടിക്കാരാന്ന് നമ്മളൊന്നും ഞാൻ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. PD സതീശൻ ചീഫ് മിനിസ്റ്റർ അടക്കം വന്നിട്ട് അവിടുത്തെ ക്രൗഡ് കണ്ടിട്ട് ഇവന്മാരുടെ തിക്കും തിരക്കും കാണിക്കല് കണ്ടിട്ട് പ്രതികരിച്ചപ്പോ അയാൾക്കെതിരെയും VD സതീശൻ സാറിന് നേരെ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം. ഒരു തോൽവി മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് കുറച്ച് പ്രൈവസി കൊടുക്കുക, നീ ഒന്നങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞതിനാണോ നീ ഇങ്ങനെ പറയുന്നത്? ജനകീയ നടൻ അല്ലേ പൂക്കി മന്ത്രി. പോലീസിനെ കൊണ്ട് പോലും പറ്റാത്ത ക്രൗഡ് അവിടെ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും. അതിന് ചങ്കുറപ്പുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്തവന്മാര് മായം കെട്ടിയോടെ മുണ്ടാണ്ടിരിക്കും. വെറും പൂക്കിത്തരമാണല്ലോ. സ്റ്റാൻഡുള്ള ഒരാളാണ്, അതായത് സ്വന്തം വ്യക്തിത്വം മുന്നേ തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഏത് പാർട്ടിയാണ് എന്നുള്ളത്. കോൺഗ്രസ് ആണ് പാർട്ടി,
അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനുശേഷമാണ് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇദ്ദേഹത്തിനോട് ഇത്ര വെറുപ്പ് വരാനും ഇതേപോലെ വയ്യാതെ കിടക്കുമ്പോൾ അടക്കം വേണ്ട അധീനം വിളിച്ചു പറയാനും ഇവര് മടിക്കാത്തത്. അപ്പൊ ആ വീഡിയോയിലോട്ട് പോയ ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ? അല്ല സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇപ്പൊ പോയിട്ടോ, കണ്ണക്കടിപ്പിച്ച് പോയിട്ടോ, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി കഴിച്ചു നിസ്സാരമായ പൈസ മുടക്കാൻ വേണ്ടി തന്നെയാണ് വിളിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായി പേരിലിട്ടോ, പേര് പറയില്ല പുള്ളി, പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണ് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിട്ട് എന്താണ് കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം, ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല, ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാൾ അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ച് ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യനിരുന്നില്ലേ അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയണ്, മൂലമറ്റൊന്നുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനം കൊടുത്തൊന്ന് മറ്റേ താപനിലയിൽ നിന്ന് ഇത് വന്നാൽ ഇയാളുടെ ഇത് രാത്രി മാറണമെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്. നിങ്ങളൊക്കെ കേട്ട് കിടക്കും, മെസ്സി വരും കേട്ടോ, മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരൻ ടിവിയിൽ കോമഡി ഷോ വെച്ചിരിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പഠിക്കുന്നു, ഇവിടെ പഠിക്കുന്നു. അപ്പോ മെസ്സി ഇവിടെ ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്ന്, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് കുറച്ച് ചേട്ടാ, വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ടി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട? അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും ഡൽഹിയല്ലാതെ. അപ്പൊ മെസ്സിയോട് നിങ്ങൾക്കൊന്ന് തോന്നുന്നു. സംഭവം ഒരു ചളി രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിനുശേഷമാണ് അദ്ദേഹത്തിനോട് ഇത്ര വെറുപ്പും വൈരാഗ്യവും വെക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോയിൽ സലീമേട്ടനെതിരെ വന്ന കുറെ കമന്റുകളും കാര്യങ്ങളെല്ലാം വായിച്ചതാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ടൊന്ന് കാണുക. അപ്പൊ എനിക്കതല്ലേ പറയാനുള്ളൂ, ഒരാളുടെ അഭിപ്രായം പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഇത്ര കൊള്ളേണ്ട ആവശ്യം എന്താ ഉള്ളത്? പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതും ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയ ആളെ പറ്റിയിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്, മരിച്ചു പോട്ടെ എന്ന് വരെ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോന് ശേഷമാണ് അദ്ദേഹത്തിന് കുറച്ച് ഹേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. എന്തായാലും ആ വീഡിയോ കണ്ട ശേഷം നമുക്ക് എന്തെങ്കിലും അവസാനിപ്പിക്കാം. ശ്രീ വി.ഡി. സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി, ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എന്തൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഹാക്കക്ക് കുരുപെട്ടാൻ തുടങ്ങി. എന്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എന്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവം. ആ പറഞ്ഞ എന്തായാലും കറക്റ്റാണ്. അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം സലീം കുമാർ മരിച്ചിട്ടും അദ്ദേഹത്തിനെ പറ്റി വേണ്ടതിനും പറയുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ കമന്റ് വായിച്ചതാണ്. അതും പച്ചത്തെറി എഴുതുന്ന ആൾക്കാർ, മരിക്കണമെന്ന് വരെ. നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, അങ്ങനെ സമാനം. പിന്നെ എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്റിലേക്ക് ഇട്ടിട്ട് ഇന്റു മാർക്ക് ഇട്ടേക്കണം, ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഇതൊക്കെ എന്ത്
ഒന്നുകൂടി പറയാം പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇൻഡു ഇട്ടേക്കണം. ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം എന്താണ്, രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലിട്ടത് അരിപ്പൊടിയുടെ പരസ്യം. അതുകൊണ്ട് നമ്മൾ ഇനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവര് വെറുതെ എടുത്തേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല, ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തേക്കാം. അപ്പൊ പല ടി വിക്കാരും വന്നേക്കട്ടത് അതെന്താന്ന് അപ്പൊ അവരോട് പറഞ്ഞേക്കാം. എനിക്ക് വേറെ അത് ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇവര് ഞാൻ തെരഞ്ഞെടുപ്പ് എടുത്തത് ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കിയിരുന്നു. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താ നടന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.